നിങ്ങളുടെ ഐഫോൺ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാൾപേപ്പർ, നിങ്ങളുടെ ഫോട്ടോസ് ഇതേപോലെ മാറി മാറി വരുന്ന ഓപ്ഷൻ എങ്ങനെയാണ് എനേബിൾ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ പോയതിന് ശേഷം വാൾപേപ്പറിന്ന് ടൈപ്പ് ചെയ്യാം. അതിൽ വാൾപേപ്പർ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് ന്യൂ വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം, ആഡ് ന്യൂ വാൾപേപ്പർ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫോട്ടോ ഷഫിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതാണ് ഫോട്ടോ ഷഫിൾ. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏതൊക്കെ ഫോട്ടോ സെലക്ട് ചെയ്യണം, സെലക്ട് ഫോട്ടോസ് മാനുവലി എന്നുള്ള താഴെ കാണുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് ഏതൊക്കെ ഫോട്ടോ വേണമെന്നുള്ളത് ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോസൊക്കെ ജസ്റ്റ് സെലക്ട് ചെയ്യാണ്. ടാപ്പ് ചെയ്യുമ്പോൾ മാറാനായിട്ടുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്തു. എന്നിട്ട് ആഡ് കൊടുക്കുകയാണ്. താഴെ കാണുന്ന ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ടാപ്പ് എന്നുള്ളിടത്ത് നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എപ്പോഴാണ് ലോക്ക് ചെയ്തിട്ട് അടുത്തത് അൺലോക്ക് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡെയിലി മാറണമെങ്കിൽ ഡെയിലി സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഓൺ ടാപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് ഓൺ ടാപ്പ് കൊടുക്കുക. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫോട്ടോസ് ഇങ്ങനെ ഇതേപോലെ മാറി മാറി വരും. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യാം. താങ്ക് യു.